ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ഏകദേശം 850 ആയി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വനിതകളുടെ പ്രാതിനിധ്യം 33% നിന്ന് 50% ഉയരാൻ പോകുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി പാർലമെന്റ് പ്രത്യേക സമ്മേളനം ഈ ദിവസങ്ങളിൽ നടക്കുന്നു. രാജ്യത്തിന്റെ ജനസംഖ്യയിൽ ഏകദേശം പകുതിയോളം വരുന്നത്, അതായത് 140 കോടി ജനങ്ങളിൽ 70 കോടി സ്ത്രീകളാണ്. അവരുടെ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ പോകുന്ന ചരിത്രപ്രധാനമായ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മാറ്റം എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇതിനുവേണ്ടി ലോകസഭാ അംഗങ്ങളുടെ എണ്ണം 850ലേക്ക് ഉയർത്താൻ പോവുകയാണ്. കേൾക്കുമ്പോൾ തന്നെ മികച്ചതെന്ന് തോന്നുന്ന ഒരു തീരുമാനം. 2021 സെൻസസ് അനുസരിച്ച് ഏകദേശം 140 കോടിയാണ് നമ്മുടെ നാട്ടിലെ ജനസംഖ്യ. 2021 കോവിഡ് വന്നതുകൊണ്ട് സെൻസസ് നടത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് 2027 അത് പൂർത്തിയാക്കുമെന്നാണ് കരുതി പോകുന്നത്. ഇപ്പോൾ നിലവിൽ 543 ലോകസഭാ സീറ്റുകൾ എന്ന നിലയിലാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതായത് 140 കോടി ജനങ്ങൾക്ക് കൂടിയും ഇത്രയും നേതാക്കൾ. കേരളത്തെ മാത്രം ഇങ്ങനെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 3.5 കോടിയിലധികം വരുന്ന ജനങ്ങൾക്ക് 20 എംപിമാർ മാത്രമാണ് ഉള്ളത്. അതായത് 18 ലക്ഷം ആളുകൾക്ക് ഒരു എംപി. കേരളത്തിലെ കണക്കാണ്. 26 കോടി ജനങ്ങളുള്ള യുപിയിൽ അത് 30 ലക്ഷം പേർക്ക് ഒരു എംപി എന്നാണ്. അത് അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? അങ്ങനെ നോക്കുമ്പോൾ ഈ സീറ്റ് വർധനവ് സ്ത്രീകൾക്കും അല്ലെങ്കിൽ പൊതുസമൂഹത്തിനും നല്ലതല്ലേ എന്ന് തോന്നാം. അവിടെയാണ് ഒരു ചെറിയ വൈരുദ്ധ്യം ഒളിഞ്ഞിരിക്കുന്നത്. 850 എന്ന സംഖ്യയിലേക്ക് രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം കൂടുകയാണെങ്കിൽ അതിൽ 237 സീറ്റുകൾ വർദ്ധിക്കാൻ പോകുന്നത് വടക്കേ ഇന്ത്യയിലാണ്. തെക്കേ ഇന്ത്യയിൽ വർദ്ധിക്കാൻ പോകുന്നത് ഏകദേശം 70 സീറ്റുകൾ മാത്രമാണ്. അതായത് വടക്കേ ഇന്ത്യയിൽ ഏകദേശം 650 സീറ്റുകൾ കൂടുമ്പോൾ 200 സീറ്റുകൾ മാത്രമേ തെക്കേ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ. 426 സീറ്റുകളാണ് ഒരു പാർട്ടിക്ക് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടി വരുന്നത്. അതിന്റെ അർത്ഥം വടക്കേ ഇന്ത്യയിൽ മാത്രം ജയിച്ചാൽ മതിയാകും അവർക്ക് അധികാരം ഉറപ്പിക്കാൻ എന്ന്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് തെക്കേ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ വശങ്ങളെ പറ്റി അത്രമാത്രം ആലോചിക്കുകയെ വരേണ്ടിയിരിക്കില്ല എന്ന്. അങ്ങനെ വടക്കും തെക്കും തമ്മിലുള്ള രാഷ്ട്രീയ സന്തുലനാവസ്ഥ വളരെയധികം ബാധിക്കപ്പെടും. അത് നമ്മുടെ ദക്ഷിണ കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പ്രസക്തി ഇല്ലാതാക്കാൻ പോകുന്നതാകും. അപ്പോൾ താരതമ്യേന കൂടുതൽ സീറ്റുകളുള്ള UP, മധ്യപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ പിടിക്കുന്ന പാർട്ടിക്ക് എക്കാലവും രാജ്യം ഭരിക്കാൻ കഴിയും. അതിൽ ഈ പറഞ്ഞ UP മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും യോഗി ആദിത്യനാഥാണ് അവിടെ ഭരിക്കുന്നത് കുറച്ച് വർഷങ്ങളായി. അയാളുടെ അപ്രമാദിത്യം അവിടെ അത്രമാത്രം ഉണ്ട്. അതേപോലെ തന്നെ 25 വർഷമായി മഹാരാഷ്ട്രയിലും BJPക്ക് വലിയ ഒരു പ്രാതിനിധ്യമാണുള്ളത്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ വളരെ വലിയ റോളാണ് BJPക്ക് ഉള്ളത്. വളരെ വലിയ വോട്ട് ബാങ്കുകൾ അവർക്കുണ്ട്. വോട്ട് കിട്ടുകയും ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ബീഹാറിലാണെങ്കിൽ പോലും ഈ കഴിഞ്ഞ ദിവസമാണ് BJPയുടെ മുഖ്യമന്ത്രി ആദ്യമായിട്ട് അധികാരത്തിൽ വന്നതുപോലും. ഈ സാഹചര്യത്തിൽ ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ജയിച്ചാൽ മതിയാകും കേന്ദ്ര ഭരണം കിട്ടാൻ എന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറും. പിന്നീട് അവർക്ക് തെക്ക് കിഴക്കൻ ഇന്ത്യയുടെ ഭാഗങ്ങളിലേക്കോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന രാഷ്ട്രീയ കോലാഹലങ്ങളിലേക്കോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം പോലും ഉണ്ടാകില്ല എന്ന് വരും. അങ്ങനെ വരുമ്പോൾ മോദിജി മുമ്പ് പറഞ്ഞതുപോലെ ഒരു BJP യുഗം തന്നെ ഇന്ത്യയിൽ ഉടലെടുക്കാനുള്ള സാധ്യതകൾ ഏറിക്കൊണ്ടേ വരും. കൃത്യമായ സെൻസസും മണ്ഡല പുനർനിർണയവും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തിട്ട് വേണം ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാവേണ്ടത് എന്ന് ഉള്ളപ്പോൾ തന്നെ ഈ വരുന്ന 2029 ഇലക്ഷന് ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരാനായിരിക്കും ഇവരുടെ തീരുമാനം ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഈ കഴിഞ്ഞ ഇലക്ഷനിൽ കേവലം 240 സീറ്റുകൾ മാത്രമാണ് BJPക്ക് വിജയിക്കാൻ സാധിച്ചത്. ഇന്ത്യ മുന്നണിയുടെ കൂടെ സൗത്ത് ഇന്ത്യ അടക്കം പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ നിന്നതുകൊണ്ടാണ് ഏകദേശം 400 സീറ്റുകൾ പ്രതീക്ഷിച്ച BJPക്ക് ഇത്തരത്തിലൊരു തിരിച്ചടി നേരിടേണ്ടി വന്നത്. ഒപ്പം കയ്യിലുണ്ടായിരുന്ന പല സീറ്റുകളും ഇവർക്ക് ഈ പറയുന്ന ഇടങ്ങളിലൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ വരുമ്പോൾ കാര്യങ്ങൾ തങ്ങൾക്ക് ചേർന്ന പോലെ അത്രമാത്രം ശുഭകരം ആകില്ല എന്നാണ് BJP കരുതുന്നത്. അതുകൊണ്ടാകാം ശക്തി കേന്ദ്രങ്ങൾ അല്ലാതിരിക്കുന്ന ഇടങ്ങളിൽ ഇലക്ഷൻ പ്രചരണം നടക്കുന്ന നേതാക്കന്മാരെല്ലാം ഇലക്ഷൻ ചൂടിൽ നിൽക്കുന്ന ഈ സമയത്ത് തന്നെ പാർലമെന്റിൽ ഇത്തരത്തിലൊരു സമ്മേളനം നടത്തി ഈ ബില്ല് അവതരിപ്പിക്കുന്നതും. എക്കാലവും ഇന്ത്യ ഭരിക്കാനുള്ള നീക്കത്തിന്റെ ഏറ്റവും നല്ല വഴിയായിട്ടാണ്
വനിതാ സംവരണ ബില്ലും ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു കാണാനാകുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മുമ്പും ജനസേവന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ടുള്ള നോട്ട് നിരോധനം, ബംഗാളിലെ SIR ഇതെല്ലാം ജനദ്രോഹമാവുന്നത് നമ്മൾ കണ്ടതാണ്. എന്താകും പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്നതിന്റെ അന്തിമ വിധി എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്ത് മാറ്റമാണ് അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്.